ലാലേട്ടൻ്റെ പിന്നിൽ ഓടുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യപ്പോൾ ഉണ്ടായ ഒരു പേടി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ആ സിനിമയിൽ ഒരിക്കലും അത് ആക്ച്വൽ അത് ശരിക്കുള്ള പേടിയാണ്, എൻ്റെ പേടി. കാരണം എനിക്ക് ചെറിയ പടക്കം പൊട്ടുന്ന പോലും പേടിയാണ്. അപ്പൊ ഞാനും വിചാരിച്ചിരിക്കുന്നത് ഇത്തരം സീനുകളൊക്കെ ഗ്രാഫിക്സ് ആണ് എന്നാണ്. അപ്പോൾ ലാലേട്ടൻ ഉണ്ട്, ഹരീഷ് ചേട്ടനുണ്ട്, ഞങ്ങളെല്ലാവരും ആ ഒരു മെയിൻ ഒരു 8 ക്യാരക്ടേഴ്സ് എല്ലാവരും അവിടെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരു നേരെയുള്ള വഴി, അപ്പം അതിലൂടെ ഓടണം, 2 സൈഡിൽ നിന്നും ബ്ലാസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ചെറിയ എന്തെങ്കിലും പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഫസ്റ്റത്തെ ഒരു ഇത് ടേക്ക് പോയ സമയത്താണ് നമ്മൾ അറിയുന്നത് ഇതിനുള്ളിലൊക്കെ ചെറിയ ചെറിയ ബ്ലാസ്റ്റ് ഉണ്ടെങ്കിലും ഇതിൽ ഓരോ മെറ്റീരിയലിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. ചിലത് സോയാബീൻ, പിന്നെ കോൺ, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് ബ്രെഡ്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം വന്ന് തെറിക്കുന്നുണ്ട്. അതിൻ്റെ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വന്ന് നമ്മൾ മേലെ തട്ടുന്നുണ്ട്, കണ്ണിൽ തട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തീപ്പൊരിയും പാറുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പേടിയുണ്ട്. അപ്പോൾ അപ്പോൾ പേടിപ്പിച്ചപ്പോൾ നമ്മൾ ഒരു ടേക്കും കൂടി നമുക്ക് എടുക്കേണ്ടി വന്നിരുന്നു. അപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞത് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ ഇതിൽ ഒരു ക്യാരക്ടർ, നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അത് നമ്മൾ മുന്നോട്ട് പോകണം. ലാലേട്ടനൊക്കെ ഓടുന്ന സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം മേലൊക്കെ വന്ന് ഓരോ സാധനങ്ങൾ തട്ടുന്നുണ്ട്, ഭയങ്കര ഊക്കില് ഗൺഷോട്ടൊക്കെ പോലെ ഭയങ്കര പെയിനാണ്. അപ്പൊ ഇതൊക്കെ സഹിച്ച് പുള്ളിക്കാരൻ ഓടുന്നുണ്ട്. അപ്പൊ വെച്ചാൽ ഇത്രയും വലിയൊരു ആക്ടറാണ് പുള്ളിക്കാരൻ പോലും ഇതെല്ലാം സഫർ ചെയ്തിട്ട് ഇപ്പോഴും മൂവീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് അത് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ഓടുന്നത്. പക്ഷെ ഓടി കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നു, അവിടെ ഇവിടെയൊക്കെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, ചെറുതായിട്ട് ചില സ്ഥലത്ത് ബ്ലഡ് വരുന്നുണ്ട്. അത് കുറേയൊക്കെ ഈ ഫിലിമിൽ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമായിരുന്നു. നമുക്ക് ഒന്നാമത് സഹിക്കാൻ പറ്റാത്ത തണുപ്പുള്ള കാലഘട്ടം ജനുവരിയിലൊക്കെ മൈനസിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ വളരെ നമ്മൾ ഡ്രസ്സിങ് ഒക്കെ ആയാലും ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പം അത് സഹിക്കണം. മരുഭൂമിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ചൂട്. അപ്പോൾ ഈ ചൂടിനെ സഹിക്കണം. പിന്നെ വെച്ചാൽ നമുക്ക് ഈ കാരവാനൊക്കെ ഒരുപാട് ദൂരത്താണ്. അപ്പം നമുക്ക് ഈ ഒരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിന് കാരവാനിൽ പോയി റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഒരു ടെൻ്റ് അടിച്ചിട്ടുണ്ട്, അവിടെ ഒരു കൂളർ വെച്ചിട്ടുണ്ട്, അതിന് ചുറ്റിലാണ് ലാലേട്ടനും ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. നമുക്ക് ആ കൂളർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് ആണ്. അപ്പം ഇത്രയും ഒരു യൂണിറ്റി ഈ ഒരു ഫിലിമിലെ ക്യാരക്ടേഴ്സ് തമ്മിലും പുറത്തും അകത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ലാലേട്ടനും നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇരുന്നതെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് വലിയ വലിയ സൂപ്പർ സ്റ്റാർസൊക്കെ ഈ ഷോട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അവർ കാരവാനിൽ പോയി ഇരിക്കും എന്നാണ് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത്. അപ്പോഴാണ് ഇപ്പോൾ സഞ്ജന പറയുന്നത് ലാലേട്ടൻ നിങ്ങളോടൊപ്പം എല്ലാം ഇരുന്നു സംസാരിച്ചു. അതൊക്കെ എങ്ങനെയായിരുന്നു? കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ആർട്ടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ മാത്രമല്ല, ഇപ്പം ഡാൻസിനെ കുറിച്ചാണെങ്കിലും സംഗീതത്തെക്കുറിച്ചാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അറിവ് എന്ന് പറയുന്നതിനെക്കാട്ടിയും ജ്ഞാനം എന്നുള്ള ആ വാക്കായിരിക്കും കുറച്ചുകൂടി ഉചിതമായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് നൃത്തത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പരിചയപ്പെടുന്നതിന് അങ്ങനെ, ഞാനൊരു ഡാൻസറാണ്, ഇങ്ങനെ സെന്റ് തെരേസസിലെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ട അന്ന് മുതൽ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ മെയിൻ ഡാൻസ് ആയിരിക്കും. സാറിന് എത്രത്തോളം അറിവ് ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലാസിക്കൽ പല ഡാൻസ് സ്റ്റൈലിനെ കുറിച്ചിട്ടും വ്യക്തമായ ധാരണ ലാലേട്ടനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പുള്ളിക്കാരൻ്റെ കമലദളവും വാനപ്രസ്ഥവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പുള്ളിക്കാരനോട് ഒരു ആരാധനയാണ്. പ്രത്യേകിച്ച് ഒരു ഡാൻസർ ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് വളരെയധികം ആരാധന കൂടുതലാണ് അത്തരം ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്യുന്നതുകൊണ്ട്. ഒരുപാട് ചർച്ചകളൊക്കെ ഈ ഡാൻസിനെ കുറിച്ചുണ്ടാവുകയും ഒരുപാട് ഡാൻസ് വീഡിയോ എൻ്റെ പുള്ളിക്കാരൻ കണ്ടു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. എൻ്റെ ഫോൺ മേടിച്ചു, ഡാൻസിൻ്റെ വീഡിയോസും റീൽസും ഒക്കെ കണ്ടു. അതിൽ ഞാനൊരു മൂവിയുടെ സോങ് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ രാജസ്ഥാനിൽ. അപ്പോൾ ആ വീഡിയോ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഡാൻസ് വല്ല കാര്യങ്ങൾ ഞങ്ങൾ സൊനാലിയും ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുമിച്ചിരിക്കുന്നതൊന്നും ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാനും അറിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കാരവാനിൽ മാത്രമല്ലേ ഇരിക്കുള്ളൂ, കുറച്ച് ഇതുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് അടുത്ത് പോയിരിക്കാൻ മടിയാണ്. ഇപ്പോൾ ഒരു 1-2 കൂളറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലാലേട്ടൻ്റെ അടുത്ത് പോയിരിക്കാൻ മോശമല്ലേ? അപ്പോൾ പുള്ളിക്കാരൻ തന്നെ നമ്മളെ വിളിച്ച് അവിടെ ഇരുത്തി കൂളറൊക്കെ സെറ്റ് ചെയ്തെന്ന് എല്ലാ ഹെൽപ്പും പുള്ളിക്കാരൻ ചെയ്യുന്നത്. അതുപോലെ ആർട്ടിസ്റ്റുകളോട് മാത്രമല്ല, സെറ്റിലെ എല്ലാവരും, ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരോ ചെറിയ ആർട്ടിസ്റ്റുകളോടൊക്കെ ആയാലും നല്ല വിശേഷങ്ങൾ ചോദിക്കാനും സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പുള്ളിക്കാരൻ ഭയങ്കര കോപ്പറേറ്റ് ആണ്. എല്ലാവരായിട്ടും ഭയങ്കര സ്നേഹമാണ് അവർക്ക്. ഇത്രയും വലിയ ക്രൗഡിനെ കുറിച്ച് പറയാൻ നമ്മൾ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു ക്രൗഡുള്ള സിനിമ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ഷൂട്ടിങ്. അതുകൊണ്ടാണ് ഇത്രയും നീണ്ട ഒരു പീരീഡ് ഈ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി എടുത്തത്. ഇത്രയും ക്രൗഡിനെ നിയന്ത്രിക്കാൻ പറ്റുക, അത് ഓരോ ഷോട്ടിലും ടേക്കിലും അവർ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതിനൊക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അതുകൂടാതെ ഇതിൻ്റെ ടീം അംഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ.
പിന്നെ ലിജോ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ വർക്കിംഗ് സമയത്ത് പുള്ളിക്കാരൻ സ്ട്രിക്റ്റ് തന്നെയാണ്. അതിപ്പോൾ ആരായാലും അത് അങ്ങനെയാണ് വേണ്ടത്. കാരണം ഇപ്പോൾ നമ്മുടെ അത് വർക്കിനോടുള്ള പുള്ളിൻ്റെ ഒരു ആത്മാർത്ഥതയും ഇഷ്ടമൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. നമ്മളിങ്ങനെ ആരാധനയോടെ നോക്കി നിൽക്കും പുള്ളിക്കാരൻ ഓരോ സ്ക്രീൻ വാച്ച് ചെയ്യുന്നതും ഒരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും പുള്ളിക്കാരൻ്റെ ശ്രദ്ധയിൽ പെടും എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചുരുക്കം സിനിമകളോട് തന്നെ വളരെയധികം പ്രഗത്ഭ ആണെന്ന് തെളിയിച്ചൊരു ആളാണ് ലിജോ സാറ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ പോലെ കാസ്റ്റ് ചെയ്യുന്ന ഓരോരുത്തരെയും പുള്ളിക്കാരൻ വളരെ കണ്ണിങ് ആയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് വ്യക്തമായൊരു ധാരണ ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു തരാനും പിന്നെ അതിന് വരുത്തേണ്ട കുറച്ച് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന ആയിട്ടുള്ള കഴിവിനെ പുറത്ത് കൊണ്ടുവരാനാണ് പുള്ളി കൂടുതലും ശ്രമിക്കാറുള്ളത്. സഞ്ജന ഇങ്ങനെ ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ ഇതാ അങ്ങനെ ചിന്തിച്ചു നോക്കുക, നമ്മളെ ചിന്താശേഷിയും കൂടി കൂട്ടാൻ പുള്ളിക്കാരൻ ശ്രമിക്കാറുണ്ട്. ചില ആളുകളൊക്കെ ഇതിങ്ങനെ തന്നെ ചെയ്യണം, ഇതിങ്ങനെയാണ് വേണ്ടത്, ഇതെനിക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടണം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരെ നമ്മളോട് സ്വയം ചിന്തിക്കാനാണ് പറയുക, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. അപ്പം അതൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ അപ്പോൾ നമ്മളിങ്ങനെ അസൂയോടെ ഇങ്ങനെ നോക്കി നിൽക്കും. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഗുരു ഒക്കെ എങ്ങനെയാണ് എന്നെയൊക്കെ ഡാൻസ് ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അതുപോലെ അഭിനയം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. സോ യാതൊരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാസ്റ്റിങ്ങോ ഒന്നും കഴിഞ്ഞിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റി. ലിജോ സാറിൻ്റെ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്, വാലിബാനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് LJPയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതായത് LJPയുടെ പടം നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്നാണല്ലോ പറയുന്നത്. അത് ശരിക്കും തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മാത്രമാണ് ബുദ്ധിയുള്ളവൻ, ബാക്കി എല്ലാവരും മണ്ടന്മാർ എന്നുള്ളൊരു വ്യാഖ്യാനമല്ലേ വരിക എന്നുള്ളത്. സിനിമയെ വളരെയധികം ഒരു വൈരാഗ്യത്തോടെയാണ് പലരും സമീപിക്കുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. അത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല എന്ന് അദ്ദേഹം ഇന്നത്തെ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, കാരണം ഈ സിനിമ കണ്ടവർ സഞ്ജനയോടും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരിക്കുമല്ലോ. എന്താണ് ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ പലരും പല രീതിയിലായിരിക്കും സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്. ചിലവർക്ക് ചില കാര്യങ്ങളായിരിക്കും ഇഷ്ടപ്പെടുക, ചിലർക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്നും വരും. സഞ്ജന എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ കാണുന്നത്? ഇതൊരു ഫാൻറ്റസി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡ്രമാറ്റിക് ക്ലാസിക് മൂവിയാണിത്. അത് തന്നെ ഉണ്ട് ഒരു ചെറിയ ഡ്രാമ ഈ സിനിമയിലുണ്ട്. ഇപ്പൊ കണ്ട എല്ലാവരും എന്നോട് പറഞ്ഞു ഇതൊരു നാടകം പോലെ ഞങ്ങൾക്ക് തോന്നി. അത് തോന്നലല്ല, യഥാർത്ഥമാണ്. കാരണം ഇതിലൊരു നാടകം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം ചില പോർഷൻസ് ഒക്കെ പ്രത്യേകിച്ച് പറയുമ്പോൾ സൊനാലിന്റെ പോർഷൻസ് ഒക്കെ കുറച്ച് നാടകീയത കലർന്ന സംഭാഷണങ്ങളാണെന്നാണ് ആൾക്കാരുടെ വിമർശനം. അത് അത് ഈ ചിത്രത്തിന്റെ യഥാർത്ഥമാണ്. കാരണം അതങ്ങനെ തന്നെയാണ് അത് പ്രസന്റ് ചെയ്യിക്കേണ്ട രീതി എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ഡ്രാമ മിക്സ് ചെയ്തിട്ടുള്ള, അതുപോലെ മലയാളവും തമിഴും കൂടി കലർത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് കാലഘട്ടമോ അല്ലെങ്കിൽ ഒന്നും ടൈമോ ഒന്നും പറയാത്ത ഒരു മൂവിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുറമേ ഒന്നുണ്ടായൊരു ഹൈപ്പ് ഉണ്ട്. അതായത് ഒരുപക്ഷെ ഫാൻസുകാരായിരിക്കാം അല്ലെങ്കിൽ പുറമേയുള്ള സോഷ്യൽ മീഡിയ ആ ഒരു ഹൈപ്പ് വെച്ചിട്ടാണ് ആളുകൾ ഇത് കാണാൻ പോയത്. അവരുടെ വ്യൂ ഓഫ് പോയിന്റിൽ ഇതൊരു ബാഹുബലി ആയിരിക്കാം, ഇതൊരു RR ആയിരിക്കാം, അങ്ങനെ ഒരു മൈൻഡ് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ LJPയുടെ മൂവി പറഞ്ഞ പോലെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതൊന്നുമല്ല, നമ്മൾ കാണാൻ, ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞാൽ കണ്ടതാണ്, കാണാൻ പോകുന്നതാണ് സത്യം. അത് കണ്ടറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവും. പിന്നെ എല്ലാ സിനിമകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഓരോരുത്തരുടെ ചോയ്സ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം എനിക്ക് എല്ലാ മൂവീസും ഇഷ്ടപ്പെടാറില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ ആ ഫിലിമിനെ കുറ്റം പറയാനോ ഡീഗ്രേഡ് ചെയ്യാനോ ഞാൻ പോവാറില്ല. അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് എൻ്റെ ടൈപ്പ് ഓഫ് മൂവി അല്ല അത്. പക്ഷെ ഈ സിനിമ മലൈക്കോട്ട വാലിബൻ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ, ഈ സിനിമ കാണുന്ന ഒരാളെന്ന രീതിയിൽ വളരെയധികം കലാമൂല്യമുള്ള, ഭയങ്കര ആർട്ട് വർക്കുള്ള, ഇതിൻ്റെ ഒരു വിഷ്വൽസും അതുപോലെ സിനിമാറ്റോഗ്രഫിയും ഒക്കെ ഒന്ന് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഓരോരുത്തർ ആളുകളാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും മലൈക്കോട്ട വാലിബനിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആളുകൾക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമായിരിക്കില്ല, ചില ആളുകൾക്ക് ഫൈറ്റ് സീൻ ഇഷ്ടമായിരിക്കില്ല, ചില ആളുകൾക്ക് ഈ ലവ് സീനൊന്നും ഇഷ്ടമായിരിക്കില്ല, ചില ആളുകൾക്ക് ഫൈറ്റ് സീൻ തന്നെ വേണം, അത് മാസ് ഫൈറ്റ് സീൻ ആയിരിക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ചോയ്സ് ആണത്. പക്ഷെ ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങളെ വെച്ച് മറ്റുള്ളവരെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല. ഇതിപ്പോ എൻ്റെ കണ്ണിലെ സൗന്ദര്യം ഇങ്ങനെയാണ്, പക്ഷെ അത് സൗന്ദര്യം ഇല്ലാത്തതല്ല എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവരെ നമ്മൾ അടിച്ചമർത്താനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നും പോവേണ്ട കാര്യമില്ല. എൻ്റെ ഇഷ്ടം, എൻ്റെ ഒപ്പീനിയൻ, അത് നമുക്ക് പറയാം, പക്ഷെ മറ്റുള്ളവരെ താത്തിക്കൊണ്ടാവരുതെന്നുള്ളൂ.
എനിക്ക് ഈ മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളും പറഞ്ഞു. നമ്മളെ നാട്ടിൽ നമ്മളെ സമൂഹത്തിൽ ഇപ്പോഴും സൗന്ദര്യം എന്ന് വെച്ചാൽ ഇന്ന ഫാക്ടേഴ്സ് ഉള്ള വ്യക്തികളായിരിക്കും. അതിൽ രൂപം, നിറം, അതിലൊക്കെ ഇപ്പോഴും എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്? ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എന്ന് സഞ്ജന വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വലിയൊരു മാറ്റമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പം നമ്മൾ പുറമെ എത്ര നമ്മൾ സോഷ്യലി നമ്മൾ എത്ര സംസാരിച്ചാലും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ഡെപ്ത് മനസ്സിലാവാൻ സാധിക്കില്ല. അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ ഇപ്പോഴും ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. എനിക്ക് ഞാൻ പോകുന്ന പലയിടങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പലരും മറ്റു ട്രാൻസ് വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാതെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യൂർ ആയിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ഇടങ്ങളിലൊന്നും ഇത് മാറിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യാത്തത്? അത് ഓരോരുത്തരുടെ മനസ്സിലുള്ള ധാരണ. ഇപ്പം നമുക്ക് പറയുന്ന പോലെ സൊസൈറ്റീനെ മൊത്തത്തിൽ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അത് വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പക്ഷെ സൊസൈറ്റി മാറും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം നമ്മുടെ സോഷ്യൽ കണ്ടീഷൻ എങ്ങനെയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ കൂടാതെ മറ്റ് വ്യത്യസ്തരായിട്ടുള്ള ആളുകളും ജീവിക്കുന്നുണ്ട്. ജീവികളായാലും മനുഷ്യരായാലും പ്രകൃതിയായാലും സ്ഥലങ്ങളായാലും വ്യത്യസ്തർ എല്ലാം കൂടി ചേർന്നതാണ് ഈ ലോകം എന്നുള്ള തിരിച്ചറിവ് സ്വന്തം ഉണ്ടാക്കേണ്ടതാണ്. അത് മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കേണ്ടതല്ല. അപ്പൊ അത് സ്വയം തിരിച്ചറിവാണ്. അപ്പൊ അങ്ങനെ തിരിച്ചറിവില്ലാത്ത ആരോ എഴുതി വെച്ച ഒരു ഇതുപോലെ. പക്ഷെ അത് നമ്മൾ ഒരിക്കലും അത് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നും ആളുകൾക്കിടയിൽ അത് ഒരു ഫാക്ടറായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ആ പ്രതിഷേധിച്ചതുകൊണ്ട് 1ാം സമ്മാനം എനിക്ക് തരികയോ അതിന്റെ വേറെ ഒന്നും നമുക്ക് കിട്ടുമൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ആ പ്രതിഷേധിച്ചത് കൊണ്ട് മറ്റ് കലോത്സവങ്ങൾ, സ്കൂൾ കലോത്സവങ്ങൾ പോലും അതിനൊരു വിധി നിർണ്ണയം നടത്താൻ പോകുന്ന ആളുകൾ കുറെ കൂടി ഇത് മൈൻഡിൽ വെക്കാൻ തുടങ്ങി. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ ആ ഒരു ബേസിലിട്ട് നമുക്ക് ഇത് പ്രശ്നമാവും, അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് വളരെ മോശമാണ് എന്നുള്ളൊരു ധാരണ ആൾക്കാരിലേക്ക് എത്തി. ഇപ്പോൾ ഈ സിനിമയിൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പ്ലേസ് ചെയ്യുന്ന രീതി ഇപ്പോൾ പലപ്പോഴും ഈ സെക്സ് വർക്കറായിട്ടും അല്ലെങ്കിൽ യാചകരുടെ റോളിലൊക്കെയാണ് പലപ്പോഴും ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സിനിമയിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പ്ലേസ് ചെയ്യുന്ന രീതിയിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ സഞ്ജന? കുറേയൊക്കെ സിനിമകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മുൻ കാലഘട്ടങ്ങളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാകും മുന്നേയുള്ള സിനിമകളിലൊക്കെ തന്നെ ട്രാൻസ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതെങ്കിലും ഒരു മൂവിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ സെക്സ് വർക്കർ ആയിരിക്കും. ഏതെങ്കിലും ഒരു റോട്ടിൽ നൈറ്റിൽ ഒരു രാത്രി കാണിക്കുമ്പോൾ ഒരു റോട്ടിൽ ഒരു ട്രാൻസ് സെക്സ് വർക്ക് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ അവർ കാണിച്ചിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഹിന്ദി മൂവീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ സിഗ്നലിൽ വന്നിട്ട് ബഗ്ഗി എന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയൊക്കെയാണ് കാണിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാത്ത കുറേ സിനിമകൾ ഉണ്ടായേക്കാം, പക്ഷെ ഭൂരിഭാഗവും ഇങ്ങനെയാണ്. അപ്പം ഞാൻ അപ്പോഴും ചിന്തിക്കുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകർക്ക് കുറച്ചുകൂടി ചിന്തിക്കാം. കാരണം ഇത് കാണിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു വലിയൊരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആ സിനിമയിലേക്ക് പോകുന്നത്. അതിൽ ക്യാരക്ടർ പക്ഷേ അത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ആയിരിക്കും ഹൈപ്പ് കൊടുക്കുന്നത്, അഭിനന്ദനങ്ങൾ എനിക്ക് മാത്രമായിരിക്കാം. പക്ഷെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ശരിക്കും ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സിനിമയിലൂടെ ഒക്കെ കാണിക്കുമ്പോൾ ഈ സെക്സ് വർക്കർ ആയിട്ടുള്ള ഒരു വ്യക്തി, ട്രാൻസ്ജെൻഡേഴ്സ് ബാക്കിയുള്ള സിനിമകൾ നമ്മൾ സെക്സ് വർക്കർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ പൊതുവെ വരുന്ന ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഒരു ധാരണ വരുന്നത് അവരിങ്ങനെയാണ്, അവരുടെ ലൈഫ് ഇങ്ങനെയാണ്. പക്ഷെ തീർത്തും വ്യത്യസ്തമായിട്ട് ഈ ജീവിതങ്ങളോട് പോരാടി സമൂഹത്തിനോട് പോരാടി ഉന്നതിയിലെത്തിയിട്ടുള്ള എത്രയോ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ട്രാൻസ് അല്ലെങ്കിൽ ക്യൂർ വ്യക്തികളുടെ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അത്തരം ജീവിതങ്ങളൊന്നും ഒരു സിനിമയിൽ ഞാൻ ഷോക്കേസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റോള് ഞാൻ ഒരിക്കലും സിനിമയിൽ വന്നാൽ ചെയ്യൂല. കാരണം അത് തന്നെയാണ് വർഷങ്ങളോളായിട്ട് ഇത് ഫോളോ ചെയ്ത് വരുന്നത്. പക്ഷെ ഈ ഒരു ക്യാരക്ടർ പ്രത്യേകിച്ച് ഒരു നാടോ കഥയോ ഒരാളുടെ ജെൻഡർ പോലും എടുത്തിങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല. അതാണ് ഈ ഫിലിമിൻ്റെ ഒരു പ്രത്യേകത. തേനമയായാലും നമ്മൾ സാധാരണ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ സിനിമകളിലൊക്കെ ട്രാൻസ്ജെൻഡർ റോളുകൾ കൈകാര്യം ചെയ്യുന്നത് സിസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളായിരിക്കും, ഒരു മെയിൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അപ്പൊ അവർ ഈ പറഞ്ഞ പോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വിഗ് ഒക്കെ വെച്ച് ഭയങ്കര വൾഗറായി കുറച്ചും കൂടി ഒരു കോമഡി ഒക്കെ ചേർത്ത് അതിന്റെ ബീജിയോ ഒക്കെ അങ്ങനെ ആയിരിക്കും. ആ ഒരു കണ്ണിലൂടെയാണ് ആളുകൾ പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ കാണുക. അപ്പൊ മുന്നേ ഉണ്ടായിരുന്ന സിനിമകളൊക്കെ തന്നെ തന്ന ഇമ്പാക്റ്റ് അങ്ങനെയാണ്. പലപ്പോഴും ചില സിനിമകളുടെ പേരുകളിലൊക്കെ നമ്മളെ കളിയാക്കി വിളിക്കുന്നതും ആ സിനിമ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു ക്യാരക്ടർ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ആണ്. അപ്പം അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിക്കും. അപ്പം അത്തരം ഒരു റോള് ചെയ്യില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ ഈ സിനിമ അങ്ങനെ ഒരു റോൾ അല്ലാത്തത് കൊണ്ടും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഈ പറയുന്ന പോലെ
വിശ്വസ്തതയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് നമുക്ക് വിശ്വസ്തയോടെ കാണാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്, ഇത് ഭയങ്കര പ്രൗഡായിട്ട് നമുക്ക് എവിടെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണ് എന്നുള്ളതാണ്. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ്.